കാര്യക്ഷമതയാണ് ഈ കണക്ക് വെളിവാക്കുന്നത്. GST വകുപ്പിൽ ഫേസ്ലെസ് അഡ്ജുഡിക്കേഷൻ നടപ്പിൽ വരുത്തുന്നു. ഒരു നികുതിദായകന്റെ റിട്ടേൺ കമ്പ്യൂട്ടർ വഴി നികുതി ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സമ്പ്രദായമാണിത്. നികുതിദായകൻ റിട്ടേൺ പരിശോധനയ്ക്കായി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന്റെ മുന്നിൽ സ്ഥിരമായി ഹാജരാകേണ്ടി വരില്ല. കാര്യക്ഷമവും അഴിമതിരഹിതവുമായ നികുതി ഭരണം ഉറപ്പാക്കാൻ ഇതുവഴി സാധ്യമാകും. GST വകുപ്പിന്റെ പുനഃസംഘടന 2023 പൂർത്തീകരിച്ചു. GST ഇന്റലിജൻസിലും എൻഫോഴ്സ്മെന്റിലും GST കൗൺസിലിന്റെ റാങ്കിംഗ് പ്രകാരം കേരളത്തിന് സംസ്ഥാനങ്ങൾക്കിടയിൽ 1ാം സ്ഥാനമാണ്. GST രജിസ്ട്രേഷൻ ഏറ്റവും വേഗത്തിൽ നൽകുന്ന സംസ്ഥാനവും കേരളമാണെന്ന് റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്തർ സംസ്ഥാന ചരക്ക് സേവന വിനിമയത്തിൽ കേരളത്തിൽ ലഭിക്കാനുള്ള നികുതി ഉറപ്പാക്കാൻ ആവശ്യമായ ഈ ഇൻവോയ്സിംഗ് സാർവത്രികമാക്കാൻ കേരളം GST കൗൺസിലിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 2020-21 കോവിഡ് മഹാമാരിയുടെ ഫലമായി ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതമാണ് ലോകത്താകമാനമുണ്ടായത്. അതിൻ്റെ പ്രതിഫലനം രാജ്യത്തും കേരളത്തിലും സ്വാഭാവികമായും ഉണ്ടായി. എന്നാൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവുകൾ ക്രമീകരിച്ചും കേരളത്തിൻ്റെ കടം ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതത്തിൽ 4% കുറവ് 2021-22 മുതൽ വരുത്താനായി. 38% നിന്ന് 34%ലേക്കുള്ള കുറവ്. അപ്പോൾ കടക്കണി പ്രചാരകർ ഇത് കണ്ടതായി ഭാവിക്കാതെ വ്യാജ പ്രചരണങ്ങൾ തുടരുകയാണ്. പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളം കുതിക്കുകയാണ്. നീതി ആയോഗിന്റെ ദേശീയ മൾട്ടി ഡയമെൻഷണൽ ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികകൾ പ്രകാരം രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനം. 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിൽ 1ാം സ്ഥാനം. നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ പുരസ്കാരം ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ 1ാം സ്ഥാനം. ഇങ്ങനെ അനേകം നേട്ടങ്ങളാണ് നമ്മുടെ നാട് കേരളം ഈ ഘട്ടത്തിൽ സ്വന്തമാക്കിയത്. രാജ്യത്തെ ആദ്യ സൂപ്പർ ഫാബ് ലാബ്, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല, രാജ്യത്തെ ആദ്യ ഗ്രഫീൻ സെന്റർ, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക്, രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ, ഇതെല്ലാം നമ്മുടെ കേരളം കഴിഞ്ഞ 9 വർഷങ്ങൾക്കുള്ളിൽ കൈവരിച്ച നേട്ടങ്ങളാണ്. സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ, ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനവും നമ്മുടേത് തന്നെയാണ്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ പ്ലാറ്റിനം ഐക്കൺ അവാർഡ്, മികച്ച കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ്, ന്യൂയോർക്ക് ടൈംസിന്റെ 2023 പട്ടികയിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ട 52 ടൂറിസം ഡെസ്റ്റിനേഷൻ കേരളം, മികച്ച വാർദ്ധക്യ പരിചരണത്തിന് 2021 വയോശ്രേഷ്ഠതാ സമ്മാൻ, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലന്റിൽ ഏഷ്യയിൽ 1ാം സ്ഥാനം, അഴിമതിരഹിത സേവന മികവിന് ഇന്ത്യ സ്മാർട്ട് പോലീസിംഗ് സർവേ 2021 കേരള പോലീസിന് അംഗീകാരം. ഇങ്ങനെ എണ്ണമറ്റ പുരസ്കാരങ്ങളാണ് നമ്മുടെ കേരളത്തെ തേടിയെത്തിയത്. സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. സുസ്ഥിരവും സമത്വപൂർണവുമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മുന്നേറുകയാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട്. അടിയുറച്ച പിന്തുണയാണ് ജനങ്ങൾ ഓരോ ഘട്ടത്തിലും സർക്കാരിന് നൽകി വരുന്നത്. പ്രതിസന്ധികളിൽ കരുത്തായും ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നും അവർ കൂടെയുണ്ട്.
അത് നൽകുന്ന കരുത്താണ് ഈ നേട്ടങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് പ്രചോദനവും ഊർജവും പകർന്നത്. നാടിനെ വിഭജിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുത്ത് നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ 4ാം വാർഷികാഘോഷങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിന് ആവശ്യമായതെന്തോ, കേരള ജനത ആഗ്രഹിക്കുന്നതെന്തോ അത് മികച്ച രീതിയിൽ തുടരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന മുഹൂർത്തം. ഈ കൂട്ടായ്മയും ഈ ആത്മസമർപ്പണവും ഈ മുന്നേറ്റവും കൂടുതൽ കരുത്തോടെ തുടരാം എന്നാണ് ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയാനുള്ളത്. സർക്കാരിന്റെ വാർഷിക നേട്ടങ്ങളിലൊന്നായി ഇവിടെ വിശദീകരിച്ച കാര്യമുള്ള ദേശീയപാത വികസനം. ആ ദേശീയപാതയിൽ ഇപ്പോൾ 3 ഇടത്ത് ഒരു തകർച്ചയുണ്ടായിരുന്ന റിപ്പോർട്ടുകളുണ്ട്. മലപ്പുറത്തും കണ്ണൂരിലും കാസർഗോഡും. മഴയ്ക്ക് മുന്നേ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തെങ്കിലും ഒരു തിരുത്തലിലേക്ക് പോകുന്നുണ്ടോ? ദേശീയപാത വികസനം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ദേശീയപാതയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു പോവുക. ഇതിൽ ഒരു കാര്യം കാണേണ്ടത്, നമ്മുടെ ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അതും ദേശീയപാത അതോറിറ്റിയായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്താൻ പോവുകയാണ്. ഗവൺമെൻറ് അതിൻ്റെ മറ്റ് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള വർക്ക് മറ്റ് വീഴ്ചകളില്ലാതെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത്. സർക്കാർ ക്ഷേമ പെൻഷനുകൾ കൂട്ടി അതുപോലൊപ്പം തന്നെ കൃത്യമായി കൊടുത്തു തുടങ്ങി. പക്ഷേ സർക്കാരിന്റെ നേരത്തെയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി. അതേക്കുറിച്ച് ഈ സമയത്ത് എന്തെങ്കിലും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്? 4ാം വാർഷികയുടെ ഞങ്ങൾ സാധാരണ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പാക്കാറാണ് ശീലം. പക്ഷെ ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അതേതായാലും നടപ്പാക്കാനുള്ളൊരു പദ്ധതി തന്നെയാണ്. സർക്കാർ ആക്രമിക്കുന്നതെന്ന് പറഞ്ഞു KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് താങ്കളെ സർക്കാരിനെ പുറത്താക്കിയിട്ടാണ് അദ്ദേഹം അടങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ആ KPCC പ്രസിഡന്റ് പുറത്തായി, UDFന്റെ കൺവീനറും മാറ്റി. എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ അവസ്ഥയെ കാണുന്നത്? അല്ല, അത് അവരുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണല്ലോ. ഇപ്പൊ കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങൾ എടുത്താൽ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ സഹായകമായ നിലപാടല്ല പ്രതിപക്ഷം പൊതുവെ സ്വീകരിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു വേണ്ടത്. ആ ഘട്ടത്തിലൊന്നും അതിനവർ തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ഒന്നിച്ച് അത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിന് തയ്യാറായില്ല. സമാന്തരമായി പ്രതിപക്ഷം അത്തരം നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. 2016 മുതൽ 2021 വരെയുള്ള ആ കാലയളവിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ലോക്സഭയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തിനെതിരായുള്ള നിലപാട് സ്വീകരിക്കുന്ന നിലയായിരുന്നു UDF പൊതുവിലെടുത്തിരുന്നത്. ഇപ്പം ചെറിയൊരു മാറ്റം അതിന് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദുരന്തഘട്ടത്തിലൊക്കെ ഒന്നിച്ച് നിൽക്കാനും ശബ്ദമുയർത്താനും ഒക്കെ തയ്യാറായി എന്ന ഭാഗം കാണാതെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ വലിയ